ഇല്ല, എന്നെ തകർക്കാൻ ആർക്കും പറ്റില്ല. മിഥുനേട്ടാ, എന്തോ? പാല്. താങ്ക്സ്. കുടിക്കാൻ എന്തെങ്കിലും അത്യാവശ്യമായിരുന്നു? കീർത്തിക്ക് വേണമായിരുന്നു. പ്രഗ്നൻസി ഉള്ളതല്ലേ, റെസ്റ്റ് എടുത്തോളൂ. ഞാൻ ഈ തറയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കോളാം. മുൻപ് എന്നോടിങ്ങനെ സ്നേഹത്തോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ആ, അതൊക്കെ ഒരു കാലം. അപ്പോ ഇപ്പൊ എന്നെ ഇഷ്ടമാണോ? ഇനി ഇഷ്ടപ്പെടാതെ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞില്ലേ? മിഥുനേട്ടൻ കട്ടിൽ ഉപയോഗിച്ചോ? ഞാൻ ഈ തറയിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തായാലും നമ്മള് ഹസ്ബൻഡും വൈഫും ഒക്കെ ആയില്ലേ? അല്ലേ? മണിയറ, പുഷ്പ, കേരള സാരി, തലയില് ചമേലി. ഇതെന്താ തുംദോനും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക? അത് പിന്നെ മമ്മി, ചടങ്ങനുസരിച്ച് ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. നീയും കൂടെ ചേർന്നാണ് ഈ പ്ലാൻ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് നൈറ്റ് നീ ഒറ്റയ്ക്ക് മതി. അകേരെ മനായിയെ. ഇവൾക്കുള്ള കമര ഞാൻ കാണിച്ചു കൊടുക്കാം. ആവോ? അയ്യോ മമ്മി, ഇവളെ വേറെ റൂമിലാക്കിയാലേ അങ്കിള് പ്രശ്നം ഉണ്ടാക്കും. ഇവളുടെ വീട്ടുകാരൻ പറഞ്ഞു കൊടുക്കും. ചിന്താ മത് കരോ ബേട്ടാ. ഭയ്യയും ഇവളുടെ മാതാപിതാ ബഹനും ഒക്കെ ഉറങ്ങി. വേറെ കമരയിലാണ് കിടന്നതെന്ന് ആരോടെങ്കിലും പറഞ്ഞാ മേ തുജെ മാർ ഡാലൂഗി. അല്ല മമ്മി, ഇവളൊരു ബെഡ്ഷീറ്റ് വിരിച്ച് താഴെ എങ്ങാനും കിടന്നോളൂ. അയ്യടാ, ലടുക്കികളുടെ കാര്യത്തിലേ എനിക്ക് നിന്നെ വിശ്വാസ് നഹി. ഇവളുടെ പരിസരത്ത് പോലും നിന്നെ നിർത്താൻ പറ്റില്ല. അരേ പാഗൽ ലടുക്കി, ആവോ മേരെ സാത്ത്. ഇങ്ങോട്ട് വാടി. അങ്കിളിനോട് ഇതൊന്നും പറയരുതേ. എന്റെ വീട്ടുകാരും അറിയരുത്. അവരുടെ മുന്നിൽ വെച്ച് എന്നോട് ഇത്തിരി സ്നേഹം കാണിക്കണം. ഓക്കെ, അത് ഞാൻ സെറ്റാക്കാം. താൻ അങ്കിളിനോടും ഞാൻ തന്റെ വീട്ടുകാരോടും ഇതൊന്നും പറയുന്നില്ല. ഡീൽ? അപ്പോഴേ പറ്റിയ ഞാൻ രാത്രി അങ്ങോട്ട് വരാം. ഡോർ ലോക്ക് ചെയ്യണ്ട. എന്റെ ബേട്ടയെ ചിരിച്ചു മയക്കി ഇവിടെ തന്നെ കഴിയാന്ന് കരുതിയോ നീ? വാടി ഇതർ, വാടി ഇങ്ങോട്ട്. വാ ഇവിടെ. എന്റെ രാഷ്ട്രീയ ഭാവിയും ഫാമിലി ലൈഫും ഒരുപോലെ സെറ്റാവാൻ അവൾ ഈ റൂമിൽ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. എന്റെ ഈശ്വര, അങ്കിൾ ഇതൊന്നും അറിയാതിരുന്നാ മാത്രം മതിയായിരുന്നു. സർവന്റ്,
ഹേ തുമാരി കമര. സർവന്റ്, നീ ആ ഹാളിൽ പോയി കിടക്ക്. ഇതാണ് നൈ ബഹുവിന്റെ മണിയറ. ചേച്ചി ഇവിടെ കിടന്നോട്ടെ, ഞാൻ ഹാളിൽ കിടന്നോളാം. തുമാരി പ്ലാൻ ബഹുത് അച്ഛി ഹേ. നീ ഹാളിൽ കിടക്കുന്നത് ഭയ്യയോ തുമാരി അച്ഛനോ അമ്മയോ ബഹനോ കാണണം. എന്നിട്ട് ഭയ്യനെ ദണ്ണിക്കണം. ഹേന? അയ്യോ, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഹാ, ചിന്താ മത്കരോ. നീ ചിന്തിച്ച അത് മാനത്ത് കാണുന്നവളാ ഈ ദിവ്യപ്രഭ. അതുകൊണ്ടേ നീ ഇവിടെ തന്നെ കഴിഞ്ഞാ മതി. സംജാ? ആഹാ, നീ ഇതുവരെ പോയില്ലേ? എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നേ? തും ബാഹർ ജാओ. ഇത് നമ്മുടെ മരുമോളാ. ഇത്തിരി കൂടി ഡീസന്റ് ആയ റൂം കൊടുക്കണ്ടേ ദിവ്യപ്രഭേ? യേ ബഹു നഹി, മേരി ശത്രു. എന്റെ ശത്രു ഈ റൂമിൽ താമസിച്ചാ മതി. എടി, നീ ഇവിടെ ഉറങ്ങിയ കാര്യം ഭയ്യ അറിഞ്ഞോ? നിന്നെ ഞാൻ തുക്കട പീസാക്കും. എന്റെ വാക്കുകൾക്ക് ഇവിടെ ഒട്ടും വിലയില്ല മോളെ. ഞാൻ പറഞ്ഞ ഒരാൾ പോലും അനുസരിക്കില്ല. അതൊന്നും സാരമില്ല അങ്കിൾ. ഇതൊക്കെ പ്രതീക്ഷിച്ച് എന്ത് റിസ്കും എടുക്കാൻ തയ്യാറായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എന്റെ വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ ഈ റൂമിലാ കിടക്കുന്നതെന്ന് അവരറിയരുത്. ഞാൻ ഈ ബെഡ്ഷീറ്റ് വിരിക്കാം. ഞാൻ വിരിച്ചോളാം, ചേച്ചി പോയി ഉറങ്ങിക്കോ. മോക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി സാർ. ഹലോ. ഹലോ ആര്യൻ, ഫുഡ് കഴിച്ചോ? പാതിരാത്രിക്ക് വിളിച്ച് മനുഷ്യനെ കളിയാക്കുന്നു. ഇങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഞാൻ ഇനി ഒരിക്കലും ഫുഡ് വാങ്ങിക്കൂല. അസമയത്ത് വിളിച്ച കസ്റ്റമർ എക്സിക്യൂട്ടീവിനെ കുറിച്ച് പരാതി പറയുകയും ചെയ്യും. അയ്യോ, ഞാൻ ഹോട്ടലിന്റെ കസ്റ്റമർ കെയറിൽ നിന്നല്ല വിളിക്കുന്നേ, ധ്വനിയാ. നിങ്ങൾക്ക് പനിയാണ്, എനിക്കെന്താ? പനിയല്ല, ധ്വനി. ഇന്ന് ആര്യന്റെ വീട്ടിൽ വന്ന് പരിചയപ്പെട്ടില്ലേ, ആ ധ്വനി.